ഹായ് ഹലോ വേദം വിക്രമിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയ്ക്ക് ഇപ്പോൾ കമലാമ്മ ഒരു റൂമെല്ലാം കൊടുത്തിട്ടുണ്ട്. അവൾ അതിലാണ് ഉറക്കം. ഈ സമയം രാത്രി വെള്ളമെടുക്കാനായിട്ട് അകത്തേക്ക് കിച്ചണിലേക്ക് വരാണ് വിക്രം. അവൻ ജനാൽ വഴിയിലൂടെ കാണുന്നത് അവൾ നല്ല ഉറക്കാണ്. ഓഹോ, ഈ വേതാളം എന്ത് നന്നായിട്ടാണ് ഉറങ്ങുന്നത്, മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞോണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവനൊരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് കുടിക്കട്ടോ. അപ്പോഴെല്ലാം അവളുടെ ദേഹത്ത് നിന്ന് ആ പുതപ്പങ്ങ് തെന്നി മാറിയിട്ടുണ്ടാവും. വേദയാണെങ്കിലോ ഈ സമയം സാരിയാണ് ഉടുത്തിട്ടുണ്ടാവുക. അവളുടെ അണിവയർ അതിലൂടെ വിക്രം ഒരു നിമിഷം നോക്കാൻ കേട്ടോ. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ അവിടെ ഉടുക്കാണ്. ആ സമയം വിക്രം ചിന്തിക്കാണ്, ഇവളൊരു വേതാളമാണെങ്കിലും ഇവളെ കാണാൻ ഒരു ദേവതയെ പോലെയുണ്ട്. പെണ്ണിനെ കാണാൻ സുന്ദരിയാണ്. ഏതൊരു പുരുഷൻ ആഗ്രഹിച്ചു പോവും ഇതുപോലൊരു ഭാര്യയെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവളെ എൻ്റെ വീട്ടിൽ കിടന്ന് നരകിക്കേണ്ടവളല്ല. അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അവളുടെ ഭാവി ആലോചിച്ചിട്ടെങ്കിലും അവളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം. അവളോട് പ്രേമം ഇഷ്ടമെന്നൊക്കെ തുറന്ന് നിന്റെ മനസാക്ഷി അങ്ങ് പോകരുത് കേട്ടോ എന്ന് വിക്രം സ്വയം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും വിക്രം തിരിച്ച് പോണ സമയത്ത് അവൻക്കാണെങ്കിലോ തീരെ മനസ്സ് വരുന്നില്ല. അവൻ വീണ്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾ ഓരോ കിടപ്പായിരിക്കും. അവൻക്കാണെങ്കിലോ അത് കണ്ടിട്ട് സഹിക്കാനാവാതെ അവൻ മെല്ലെ ആ റൂമിലേക്ക് കയറുന്നുണ്ട്. അവൾ വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ പുതപ്പെടുത്തിട്ട് വേദയുടെ ദേഹത്തേക്ക് പുതപ്പിച്ച് കൊടുക്കുക. ഈ സമയം വേദ നെട്ടി ഉണരണം കേട്ടോ. എന്താ നിങ്ങൾ ഇവിടെ ഒന്ന് ചോദിക്കാട്ടോ. ഓ, ഞാനിവിടെ വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോഴാണ് പുതപ്പില്ലാതെ കിടക്കുന്നത് കണ്ടത്. ഇങ്ങനെ ജനവാതിലൊക്കെ തുറന്നിട്ട് കിടന്ന ഇവിടെ വേറെയും പുരുഷന്മാരുണ്ട്. ആ ഓർമ്മ വേണം എന്ന് പറയാട്ടോ. അതിന് നിങ്ങൾ എന്തിനാ എൻ്റെ റൂമിലേക്ക് വരുന്ന എൻ്റെ ദേഹത്തുനിന്ന് പുതപ്പ് പോയെന്ന് കരുതി നിങ്ങൾക്ക് എന്താ? അത് പിന്നെ ഇതുപോലെ സാരിയെല്ലാം എടുത്തുകൊണ്ട് കിടന്നാൽ വയറൊക്കെ കാണും. അത് ഈ പെണ്ണായ നിനക്ക് കുറച്ച് ബോധം വേണം. അപ്പോൾ എൻ്റെ ശരീരം ആരും കാണുന്നത് ഇഷ്ടമല്ലല്ലേ, അതുകൊണ്ടല്ലേ എന്നെ പുതപ്പിച്ച്. ഓ, ഇഷ്ടമല്ല, പക്ഷെ അതൊന്നല്ല, ഇവിടെ മറ്റും പുരുഷന്മാരുണ്ടല്ലോ എന്നും കരുതിക്കൊണ്ടാ ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞ് വിക്രം പോവാട്ടോ അവിടെ നിന്ന്. ഈ സമയം വേദ ഒരു ചെറു പുഞ്ചിരിയോട് കൂടെ അവിടെ തന്നെ നോക്കിയിരിക്കായിരിക്കും. വീണ്ടും അവൾ കിടന്ന് ഉറക്കം വരാണ്. ഈ സമയം ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരിക്കും വിക്രം. അവൻ്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോകുന്നുണ്ട്. വേദയോട് അവൾക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്, പക്ഷെ അതൊന്നും അവൻ പുറത്ത് കാണിക്കുന്നില്ല. അവൾ ഈ വീട് വിട്ടു പോകണമെന്ന് തന്നെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാതാവുമ്പോൾ അവൻക്ക് വീണ്ടും അവളെ കാണണമെന്ന് തോന്നാട്ടോ. അങ്ങനെ വിക്രം ശബ്ദമുണ്ടാക്കാതെ അവൾ കിടക്കുന്ന മുറിയുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവൾ ജനവാതിൽ അടച്ചിട്ടുള്ള കാര്യം അവനക്ക് മനസ്സിലാവാം. മെല്ലെ കതക് ശബ്ദമുണ്ടാക്കാതെ തുറന്നിട്ട് അവളെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ. അവൾ നല്ല ഉറക്കമായിരിക്കും. ഇടയ്ക്കൊക്കെ ഒരു നിലാവിൻ്റെ വെളിച്ചമുള്ളതുകൊണ്ട് തന്നെ അവളുടെ മുഖത്ത് നല്ല വെളിച്ചമായി കാണാം. അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾക്ക് അരികിലായിട്ട് അവങ്ങനെ മുട്ടുകുത്തി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. എൻ്റെ അമ്മയെയും അച്ഛനെയും ഒഴികെ. അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. രാധ എൻ്റെ പുറകെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അവളെ ആ കണ്ണുകൊണ്ട് പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായിട്ട് പോലും അവളെ തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു പെരുമാറ്റവും ഉണ്ടായിട്ടില്ല. എന്നിട്ടും അവൾ എൻ്റെ പുറകെ നടക്കുന്നു. പക്ഷേ എനിക്ക് ഇന്നേ വരെ ഒരു പെൺകുട്ടിയോടും ഇഷ്ടം തോന്നിയിട്ടില്ല. ആകെ തോന്നുന്നത് ഇപ്പം നിന്നോട് മാത്രമാണ്. നിന്നോടെന്തോ പിരിയാൻ പറ്റാത്ത ഒരിഷ്ടം. പക്ഷേ ആ ഇഷ്ടം ഞാൻ പുറത്ത് കാണിച്ചാൽ നീ ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കും. നീ നിൻ്റെ വീട്ടിൽ പോകണം. നിനക്ക് നല്ല ഭാവിയുണ്ട്. പക്ഷേ നീ പോയേ മതിയാവൂ. നീ ഉറങ്ങിക്കോ. നീ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്നത് കാണുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. നിന്നോട് വഴക്കടിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നോട് പറയാതെ പോയ ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞാൽ ഒരിക്കലും നീ എന്നെ വിട്ടുപോവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഇഷ്ടമൊന്നും പുറത്ത് കാണിക്കാതെ എപ്പോഴും ദേഷ്യം പിടിച്ചും വഴക്ക് കൂടിയും നടക്കുന്നത്. അതിനൊക്കപ്പുറം നീ എന്ന വേദയോട് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അന്ന് അമ്പലത്തിൽ വെച്ച് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ പോലും അതൊന്നും ഒരിക്കലും നിന്നോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തോ അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും വേണ്ട, നീ ഇവിടെ കിടക്കുന്ന ചീനി നാറി പോവേണ്ടല്ല. ഒരു ഗുണ്ടയാണ് ഞാൻ. എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും നീ ചേരില്ല വേദ. നീ തിരികെ പോകണം. നിൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ. നിൻ്റെ ആ ഒരു ദർശൻ എന്ന ആ വക്കീൽ, അയാൾ നല്ലവനാ, നന്മയുള്ളവനാ. അല്ലെങ്കിൽ എന്നെ ജയിലിൽ നിറക്കാൻ അയാൾ കൂട്ടു നിൽക്കുമോ? നിന്നോട് അത്രയ്ക്കും സ്നേഹമുള്ളതുകൊണ്ടല്ലേ അയാൾ അതിന് കൂട്ടു നിന്നത്. നീ തിരികെ പോകണം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവളെ നന്നായി പുതപ്പിച്ച് അവളുടെ മുടി ഇങ്ങനെ മുഖത്തേക്ക് പാറി കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം അവളെ ഒന്ന് നോക്കി വീണ്ടും അവൻ അവളെ തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ കതക് കടക്കും വരെ അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് പോവാ. അവൻ പോയി കഴിഞ്ഞതും അവൾ കണ്ണ് തുറന്ന് ഒരു പുഞ്ചിരിയോടുകൂടെ കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടുകൊണ്ടാണ് അവൾ കിടക്കുന്നത്. അവളുടെ മനസ്സിൽ അവനോടുള്ള പ്രണയം പൂത്തുലഞ്ഞു. അവൻക്കും തന്നോട് ഇഷ്ടമുണ്ടെന്ന കാര്യം ആ സമയം വേദയ്ക്ക് മനസ്സിലായി.
അവൾ എണീറ്റിരുന്നു. അവനെ ഒന്ന് നോക്കിയെന്ന് വെച്ചാൽ അപ്പോൾ എന്നെ ഇഷ്ടമുണ്ടല്ലേ. അങ്ങനെ അവൾ ഒരു ഡയറി എടുത്ത് അതിൽ ഇങ്ങനെ വിക്രമിനെക്കുറിച്ചും ഒക്കെ എഴുതി വെക്കാൻ തുടങ്ങി. ഇന്നത്തെ രാത്രി ഇനി എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ആ ഡയറിയിൽ കുറിച്ചു വെച്ചു. ഇന്ന് രാത്രി മുത്തശ്ശിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് അവൾക്ക് തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ മുത്തശ്ശി നല്ല ഉറക്കമായിരിക്കും. വേണ്ട, വെറുതെ മുത്തശ്ശിയും കൂടി വിളിച്ചു നിർത്തേണ്ട, നാളെ രാവിലെ പറയാം. അങ്ങനെ വേദ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറാവണം. അപ്പോൾ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വിശേഷം? എന്താ നീ അമ്പലത്തിൽ പോകുന്ന ഒരു വിശേഷം ഉണ്ടായി അമ്മേ? എന്തായാലും ഞാൻ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ വിക്രമിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിലോ ഈ സമയം നല്ല ഉറക്കമായിരിക്കും. അവൾ അവനെ ഒന്ന് വിളിച്ചുണർത്തുന്നുണ്ട്. എന്താ എന്താ നിനക്ക് വേണ്ടത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അല്ല, എൻ്റെ കൂടെ അമ്പലത്തിലേക്കൊന്ന് വരാമോ? ഓഹോ, നിൻ്റെ കൂടെ അമ്പലത്തിലേക്ക്? ഞാനൊന്നുമില്ല, നീ ഒന്ന് പോയേ എന്ന് പറഞ്ഞ് വീണ്ടും അവൻ മൂടി പുതിച്ച് കിടക്കുമ്പോൾ വേദ പറയും, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിലേക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യം പിടിക്കാട്ടോ. അങ്ങനെ അവൾ പോവാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മേശയിൽ കാല് തട്ടിക്കൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് അവൾ വീഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം പരസ്പരം അറിയാതെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കെട്ടിമറിഞ്ഞുകൊണ്ട് തന്നെ ആ കട്ടിലിൽ കിടക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് രാധ വന്നത്. രാധയാണെങ്കിലോ അത് കണ്ടതും ഷോക്കായി നിൽക്കുന്നുണ്ട്. വിക്രം, വേദ എന്ന് ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ടോ. അപ്പോഴാണ് രണ്ടുപേരും കൂടെ പിണഞ്ഞു മാറിയത്. എന്താ ഇവിടെ ഇത്രയ്ക്ക് പരസ്യമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നീ എന്നെ ചതിക്കായിരുന്നല്ലടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എന്താ നിനക്ക് ഞാൻ ഭാര്യയും ഭർത്താവും കൂടെ ഉള്ള റൂമിലേക്ക് കയറി വരാൻ നിനക്ക് കുറച്ച് മര്യാദ വേണ്ടേ രാധ എന്ന് വേദ ചോദിക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവോ? നിങ്ങൾ രണ്ടുപേരോ? അങ്ങനെ നിന്നെ ഭാര്യയായിട്ട് ഇവൻ അംഗീകരിച്ചിട്ടില്ല, പക്ഷേ ഇയാൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നീ ഇപ്പം ഇങ്ങനെ കണ്ടത്. എന്തിനാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത് ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും രാധ അവിടെ വഴക്ക് പറഞ്ഞ സമയത്ത് വിക്രം ഭായി രണ്ടുപേരൊന്ന് നിർത്തുന്നുണ്ട്. എന്താ രാധ നിനക്ക് വേണ്ടത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഓഹോ, അപ്പം ഞാൻ വന്നതാണല്ലേ നിനക്ക് പ്രശ്നം? നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും കൂടെ എന്തായിരുന്നു? നീ എന്നോട് കള്ളം പറയാനല്ലേ? നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് എന്താ? എടി, അവളുടെ കാല് തട്ടി അവൾ താഴെ വീണതാണ്. അതിന് വിക്രമിൻ്റെ ദേഹത്തേക്കാണോ അവൾ വീഴുന്നത്? അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ അവിടെ വഴക്കടിക്കുന്നത് കാണുമ്പോൾ മാഷ് അങ്ങോട്ട് വരുന്നു. എന്താ ഇവിടെ എന്താ ഒരു ബഹളം? അത് പിന്നെ വിക്രമിൻ്റെ റൂമിൽ ഇത് വേദ ഇരിക്കുന്നു. അതിനെന്താ, അവൻ്റെ ഭാര്യയല്ലേ അവൻ്റെ റൂമിൽ ഇരിക്കുന്നത്. രാധയ്ക്ക് എന്താ ഇവിടെ കാര്യമെന്ന് മാഷി ചോദിക്കുമ്പോൾ അപ്പോൾ മാഷും ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ. മാഷോ വിക്രമോ അവളെ അംഗീകരിച്ചിട്ടില്ല, പിന്നെന്താ മാഷെ ഇങ്ങനെ പറയുന്നത്? നിന്നാരാ ഇവിടേക്ക് ക്ഷണിച്ച്? നീ ആരാ വിക്രമിൻ്റെ എന്ന് മാഷി ചോദിക്കുന്നതോട് കൂടെ തന്നെ നാണം കേട്ട് രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. വല്ലാതെ സങ്കടം തന്നെയാണ്. ഈ സമയം വേദയും വിക്രമും പരസ്പരം നോക്കുകയാണ്. മാഷാണെങ്കിലോ ഇവിടെ ഇങ്ങനെ വഴക്കും വക്കാനൊന്നും പാടില്ല, എല്ലാവരും അവരുടെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് മാഷ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയം വേദ പറയുന്നുണ്ട്, എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കാൻ. എനിക്ക് പറ്റില്ല, നീ പോടി എന്ന് പറയുമ്പോൾ വേദ പറയും, നിങ്ങളുടെ ഈ ദേഷ്യമൊക്കെ അഭിനയമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എന്നോട് ശരിക്കും ലവ് അല്ലേ, പ്രേമല്ലേ എന്നൊക്കെ അവൻ ഒരാക്ഷത്തിൽ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അവൻ ഒന്ന് നെട്ടുന്നുണ്ട്. എന്താടി നീ പറഞ്ഞത്? എനിക്ക് നിന്നോട് പ്രേമോ? ഈ ഭൂമിയിൽ ആരോട് പ്രേമം തോന്നിയാലും എനിക്ക് നിന്നോട് പ്രേമം തോന്നിയാൽ അതെനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണെന്ന കാര്യം നിങ്ങളത് തുറന്ന് പറയാത്തതാ. കാരണം എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ. അങ്ങനെ അവൾ അമ്പലത്തിലേക്ക് പോയിട്ട് അവൾ അമ്പലത്തിന് മുമ്പ് ദേവിയോട് നന്ദി പറയുന്നുണ്ട്. വിക്രമിൻ്റെ മനസ്സ് അറിയിച്ചു കൊടുക്കണേ എന്ന് അവൾ പ്രാർത്ഥിച്ചിരുന്നു. അതനുസരിച്ച് തന്നെ വിക്രമിൻ്റെ മനസ്സറിയാൻ പറ്റാതെ അവൾ ദേവിയോട് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ പ്രസാദവുമായിട്ട് വന്ന് വിക്രമിൻ്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നതിന് വിക്രം ഒരു നിമിഷം അതെല്ലാം ആസ്വദിച്ച് നിൽക്കാട്ടോ. ആ കൈ തട്ടിത്തെറിപ്പിക്കാനോ പ്രസാദം തട്ടിയെറിഞ്ഞ് പോകാനൊന്നും വിക്രമിന് മെനക്കെടുന്നില്ല. വിക്രമിന് അത്രയും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും വേദ. അപ്പോൾ ഈ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ഈ അടുത്തൊന്നും വരുന്നില്ല ഈ എപ്പിസോഡ്. ഇതിൻ്റെ റിമേക്ക് സ്റ്റോറിയിലൊക്കെ കഥയൊക്കെ ഇതുപോലെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.